നമുക്കൊപ്പം വരാനുണ്ട്. സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു ചേരുകയാണ്. ശ്രീ ഷിബു, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദ് 2019 ബാച്ചിലെ അംഗപരിമിതനായ ഒരു വിദ്യാർത്ഥിയുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ ഷിബുവും ഒപ്പം പ്രേക്ഷകരും കേട്ടത്. ആ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ കൂട്ടർ കൂടുതൽ ആളുകളെ ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവ് അവിടെ നിലനിന്നിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും, തീർച്ചയായും മാഡം. അവിടെ ഇത് ഇത് ഈ സമാനമായ സംഭവങ്ങൾ മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കുട്ടികളും പുറത്ത് പറയാത്തത് ഇപ്പോൾ ഉള്ള അനുഭവം തന്നെയാണ്. അവരെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി കൊണ്ട് തന്നെയാണ്. 19ലും 21ലും ഇത്തരത്തിലുള്ള അതിൽ നേതൃത്വം കൊടുത്തത് സിൻജോ തന്നെയാണെന്ന് നമുക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സിൻജോ ആണ് അന്നും ആ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചത്. പക്ഷെ അവർക്കൊന്നും ജീവഹാനി സംഭവിച്ചില്ല. ഇത് സിദ്ധാർത്ഥൻ അവര് അത്രത്തോളം മർദ്ദിച്ചതിലൂടെ സിദ്ധാർത്ഥൻ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അവരെടുത്ത് കെട്ടിത്തൂക്കേണ്ടി വന്നത്. അപ്പം അത്തരത്തില് ഈ ഈ ഒരു SFI യൂണിറ്റിന്റെ പിൻബലത്തിൽ സിൻജോയൊക്കെ അവിടെ എന്ത് പ്രവൃത്തി ചെയ്താലും സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് മാത്രമാണ് ആ കാശിനാഥനൊക്കെ ഇത്രത്തോളം അവിടെ അട്ടഹസിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം അവർക്ക് പിന്നിൽ ഒരു SFI എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിപരമായിട്ടൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് അവിടുത്തെ മുഴുവൻ SFI ഭാരവാഹികളും കുട്ടികളും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരത്തിലുള്ള സമാന ക്രൂരതകൾ പണ്ട് മുതലേ കാണിക്കുന്നത്. എന്നിട്ട് ന്യായീകരിക്കുന്നത് അവിടെ ഒന്നുമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് 19ലും 21ലും നടന്നതിന് തുടർന്നുള്ള സംഭവമാണിത്. സിദ്ധാർത്ഥനെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടുപോയി. അതുകൊണ്ട് മാത്രമാണ് ഈ വിവരം പുറത്തറിഞ്ഞത്. ഇല്ല എങ്കിൽ സിദ്ധാർത്ഥന് ചിലപ്പോൾ ഒന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ അവിടെ റൂമിൽ പൂട്ടിയിടുന്നു, ഒരു മാസം അല്ലെ ഒരാഴ്ച അവിടെ ഇട്ട് ക്ലിയർ ആക്കി അവന്മാർ വെളിയിൽ വിടുന്നു. അപ്പോൾ ഞങ്ങളോ വീട്ടുകാരോ വേറെ ആരും അറിയുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള ക്രൂര പീഡനവും അതിനകത്ത് ഒരു കറക്റ്റ് SFIയുടെ ഇടിമുറി എന്നല്ലെങ്കിൽ എന്തെങ്കിലും എന്താണോ പറയേണ്ടത് അത്തരത്തിലുള്ള ഒരു കോടതിയും ഒരു കോടതിയും വിചാരണയും ശിക്ഷ നടപ്പിലാക്കുന്ന സംവിധാനം അതിനകത്തുണ്ട് എന്നുള്ള 100% തെളിവാണ് ഇപ്പോൾ ഈ കുട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു കുട്ടികൾ പേടിച്ച് പറയുന്നില്ല എന്ന്. അതും അവിടുത്തെ ഒരു സംഭവമാണ്. ഇത് എവര് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അവരെ തല വെട്ടും കൊന്നുകളയും എന്നുള്ള. അതോടൊപ്പം കുട്ടികളിൽ ഇപ്പം നമ്മൾ അവിടുത്തെ വിഷയം പറയുകയാണെങ്കിൽ അക്ഷയ് ഇന്ന് മൊഴി കൊടുത്തിരിക്കുന്നത് അക്ഷയ് കണ്ടു എന്ന് മാത്രമാണ്. പക്ഷെ അക്ഷയെ വീട്ടിൽ നിന്ന് നിരന്തരം വിളിച്ചപ്പോൾ അക്ഷയ് വീട്ടുകാരോട് ഒരു കാര്യവും പറയാതെ മറച്ചു വെച്ച കാര്യം ഇപ്പോഴും പോലീസ് പറയുന്നില്ല. ഇതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ അങ്ങനെ മറച്ചു വെക്കുമ്പോൾ കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ രീതിയിൽ അവനെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അവൻ കണ്ടു എന്ന് പറയുന്നത് 130 പേരും കണ്ടല്ലോ. 130 പേരും കണ്ടിട്ട് പ്രതികരിക്കുന്നില്ല. പക്ഷെ 130 പേരിൽ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാരണം അക്ഷയെ മാത്രമാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. അപ്പം മറ്റു 130 നിർജീവ വസ്തുക്കളെ ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഈ 130 അല്ലാത്ത അക്ഷയെ ഞങ്ങൾ നേരിട്ട് വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥന് 2 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല, എന്താണ് മോനെ എന്ന് ചോദിക്കുമ്പോൾ ആന്റി ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഓക്കെ. അവധിയായോണ്ട് കിടക്കുകയാണ്, ഇപ്പോൾ അത് ഇപ്പൊ കൊടുക്കാമെന്ന് ഭിന്നശേഷിക്കാരനോടും പറയുന്നു. ദയ കാട്ടിയില്ല, 3 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ഭക്ഷണം തരാതിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി തന്നെ വെളിപ്പെടുത്തുകയാണ്. 2019 ഭിന്നശേഷിക്കാരനെ ക്രൂരമായി ഉപദ്രവിച്ച സംഘത്തിലും ഇപ്പോൾ സിദ്ധാർത്ഥനെ ഉപദ്രവിച്ച സംഘത്തിലെ കാശിനാഥനും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്നതാണ് ഈ 2 സംഭവങ്ങൾ തമ്മിലുള്ള കണക്ട്. അത് പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളുടെ SIT ടീം തലവൻ TV പ്രസാദാണ്.